പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ തിരക്കുകളും ഭാരങ്ങളും ഒരു നിമിഷം മാറ്റിവെച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 2-ാം ദിവസം ഭൂമിയിൽ ഓസ്തി രൂപനായി വസിക്കുവാൻ ഈശോ തീരുമാനിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് നിയൻബർഗ് എന്ന വൈദികൻ പറയുന്നത് ഇതാണ്: ഭക്ഷിക്കാനും സൂക്ഷിച്ചു വെക്കാനും കഴിയുന്ന പദാർത്ഥമാണ് ഓസ്തി. കൂടാതെ വിശുദ്ധ കുർബാനയിൽ തന്നെ സ്നേഹിക്കുന്ന ഒരാൾ സ്വീകരിക്കപ്പെടുവാനും അവരുമായി ഒന്നാകുവാനും തൻ്റെ സ്നേഹത്തെക്കുറിച്ച് എന്നും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം വസിക്കാനും സക്രാരിയിൽ സൂക്ഷിക്കപ്പെടാനും ഓസ്തി രൂപനായി ഈശോയ്ക്ക് കഴിയുന്നു. ദാസന്റെ രൂപം ധരിച്ച് അവൻ സ്വയം ശൂന്യവൽക്കരിച്ചു എന്ന് പൗലോസ് ശ്ലീഹായും പറയുന്നു. ഫിലിപ്പി 2:7. അപ്പത്തിൻ്റെ രൂപം സ്വീകരിക്കുന്ന ഈശോയെ കാണുമ്പോൾ നാം എന്താണ് പറയേണ്ടത്? അൽക്കാന്ത്രയിലെ വിശുദ്ധ പീറ്റർ പറയുന്നു: പ്രസാദാവസ്ഥയിലുള്ള ഓരോ വ്യക്തിയെ ഈശോ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് വർണ്ണിക്കുവാൻ നാവ് മതിയാവില്ല. അവിടുത്തെ അസാന്നിധ്യം മനുഷ്യരുടെ മറവിക്കു കാരണമാകാതിരിക്കുന്നതിനു വേണ്ടി ആത്മീയ മണവാളനായ ഈശോ ഒരുക്കിയ സ്മാരകമാണ് ഈ ദിവ്യ കൂദാശ. അതിൽ അവിടുന്ന് വസിക്കുകയും ചെയ്യുന്നു. തനിക്കും ആത്മാക്കൾക്കുമിടയിൽ ഓർമ്മിക്കുന്നതിന് ഒരടയാളം നൽകുന്നതിന് പകരം അവിടുന്ന് തന്നെ നൽകുന്നു. പോയിന്റ് ഈശോയെ, അതിലും ഉപരിയായി അവിടുന്ന് അങ്ങയെ ഏറ്റവും ആവശ്യമുള്ളവരുടെ അപേക്ഷകൾ ശ്രവിക്കുന്നതിന് തയ്യാറായി ഈ സക്രാരിയിൽ അടച്ചുപൂട്ടപ്പെട്ട് കാത്തിരിക്കുന്നുവല്ലോ. ഭൂമിയിലെ ഏറ്റവും നന്ദിഹീനിയായ ഈ പാപിയുടെ അപേക്ഷകൾ അങ്ങ് ശ്രവിക്കണമേ. അനുതാപത്തോടെ അവിടുത്തെ പാദാന്തികത്തിൽ ഞാൻ അണയുന്നു. കാരണം അങ്ങയുടെ അപ്രീതിക്കു പാത്രമാകുന്നതിലൂടെ ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്കറിയാം. അങ്ങയ്ക്കെതിരായി ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അപേക്ഷ. എൻ്റെ ദൈവമേ, അങ്ങയെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കാതിരുന്നെങ്കിൽ എൻ്റെ 2ാമത്തെ അപേക്ഷ ഇതാണ്: അങ്ങയുടെ നന്മയെക്കുറിച്ച് ഞാൻ അറിയാനിടയായതിനാൽ അങ്ങയാൽ ഞാൻ സ്വാധീനമാക്കപ്പെട്ടിരിക്കുന്നു എന്നു മാത്രവുമല്ല, അങ്ങയെ സ്നേഹിക്കുവാനും പ്രസാദിപ്പിക്കുവാനും ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. പക്ഷേ അങ്ങയുടെ സഹായമില്ലാതെ എനിക്കിത് ചെയ്യാനുള്ള ശക്തിയില്ല. ഓ നാഥ, ഏറ്റവും വലിയ നിഷേധിയായ എന്നെ അങ്ങയുടെ ഏറ്റവും വലിയ ആരാധകയായി മാറ്റിക്കൊണ്ട് സ്വർഗവാസികളായ എല്ലാവരെയും അങ്ങയുടെ പരമോന്നതമായ ശക്തിയും അതിരറ്റ നന്മയും കാണിച്ചു കൊടുക്കുക. അങ്ങേക്ക് അത് ചെയ്യുവാൻ കഴിയുമെന്നും അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയെ ഏറെ സ്നേഹിക്കുന്നതിനാവശ്യമായ എല്ലാ കൃപകളും അവിടുന്ന് എനിക്ക് നൽകുക. ചുരുങ്ങിയ പക്ഷം അങ്ങയെ വേദനിപ്പിച്ച അത്രയെങ്കിലും അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ അനുവദിക്കുക. എൻ്റെ ഈശോയെ, എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹവും എൻ്റെ സർവസ്വവുമായ എൻ്റെ ദൈവമേ, എൻ്റെ ജീവനേക്കാൾ അധികം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സുഹൃത ജപം. എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ, എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ, എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി
ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ അരൂപയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. മാതാവിനോടുള്ള പ്രാർത്ഥന. വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിലെ സിംഹാസനത്തെ സമീപിക്കാം. എബ്രായർ 4:14. ദൈവം കൃപാവരങ്ങൾ പങ്കുവയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ സിംഹാസനം പരിശുദ്ധ കന്യകാമറിയമാണെന്ന് വിശുദ്ധ അന്തോണീസ് പറയുന്നു. ഓ ഏറ്റവും സ്നേഹയോഗ്യയായ രാജ്ഞി, പാപികളെ സഹായിക്കുന്നതിന് അങ്ങ് അതിയായി ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങേ പക്കൽ അണയുന്ന ഈ മഹാപാപിയെ തൃക്കൺ പാർക്കണമേ. എന്നെ സഹായിക്കാൻ ഒട്ടും വൈകരുതേ. സുഹൃത ജപം. പാപികളുടെ സങ്കേതമേ, എന്നോട് കരുണയായിരിക്കണമേ. പാപികളുടെ സങ്കേതമേ, എന്നോട് കരുണയായിരിക്കണമേ. പാപികളുടെ സങ്കേതമേ, എന്നോട് കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ നമുക്ക് ചെല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത, നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.